വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററുടെ പേരാണ് സൗണ്ട് വേവ്സ്. അപ്പോൾ എന്താണ് സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യം നമുക്ക് ഈ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നതിനേക്കാളും മുമ്പായിട്ട് വേവ്സ് എന്താണെന്നുള്ള കാര്യം അറിയണം. അതാണ് നമ്മളിവിടെ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേവ്സ് എന്താണ്, അല്ലെങ്കിൽ വേവ് മോഷൻ അഥവാ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അത് നമ്മൾ ആദ്യം പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രധാനപ്പെട്ട വേവ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കും. അതായത് ഈ പറയുന്ന സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എവിടുന്ന് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള 10ാം ക്ലാസ്സുകാരുണ്ടല്ലോ, അതിന് മുമ്പത്തെ ബാച്ച്, അതായത് 2019 മുമ്പുള്ള ബാച്ച്, അവരുടെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? അത് വേവ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സത്യം പറഞ്ഞാൽ ആ ചാപ്റ്റർ തന്നെയാണ് ഈ പറയുന്ന സൗണ്ട് വേവ്സ് എന്ന പുതിയ പേരിൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഒരു ഒരു 80% ടോപ്പിക്കും സെയിം ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ 9ാം ക്ലാസ്സിൻ്റെ ഏതൊക്കെയോ ഭാഗത്തു നിന്നുള്ള സീസ്മിക് വേവ്സ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളും കൂടെ കേട്ടിട്ടുണ്ട്. അതായത് പുതുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളില്ല, മുമ്പൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓസിലേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു കുട്ടി എന്ത് ചെയ്യുവാണ്, ഒരു ഊഞ്ഞാലിൽ കിടന്ന് ഇങ്ങനെ ആടുവാണ് അല്ലേ. അപ്പോൾ ഊഞ്ഞാൽ ഇങ്ങനെ ആടുമ്പോൾ ഈ കാണുന്ന മോഷൻ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മോഷൻ, അതിനെയാണ് സത്യത്തിൽ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ എന്തിനാണ് ഓസിലേഷനെ പറ്റി പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന വേവ്സ് ഉണ്ടല്ലോ, വേവ്സ് എന്ന് വെച്ചാൽ അതിപ്പോൾ ലൈറ്റ് എന്ന് പറയുന്ന അതൊരു വേവാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അതും ഒരു വേവാണ്. ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ത് തന്നെയാണ്? വേവ്സ് തന്നെയാണ്. നമ്മൾ വെള്ളത്തിലൊരു കല്ലെടുത്തിടുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്ത് തന്നെയാണ്? വേവ്സ് തന്നെയാണ്. അപ്പോൾ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എനർജിയുടെ ട്രാൻസ്ഫോർമേഷനാണ്, അല്ലെങ്കിൽ എനർജിയുടെ ഒരു ട്രാൻസ്ഫറാണ് അവിടെ നടക്കുന്നത്. ആ ട്രാൻസ്ഫർ നടക്കുന്നത് പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനിലൂടെയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു പോയിന്റിൽ നിന്നും ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ വേവിനെ എങ്ങനെയാണ് കാണിക്കുന്നത്? ഇങ്ങനെ അല്ല, ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടുമുള്ള ഈ ഒരു മോഷനിലാണ് നമ്മൾ വേവ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരിപ്പോൾ വെള്ളമാണെന്ന് വിചാരിക്കുക. വെള്ളത്തിൻ്റെ ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ അല്ലേ, വെള്ളത്തിൻ്റെ സർഫസിനകത്ത് ആദ്യം ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ തുള്ളികളുണ്ടാവും, അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ മോളിക്യൂൾ എന്ത് ചെയ്യുകയാണ്? ഇതിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? കിടന്ന് വൈബ്രേറ്റ് ചെയ്യുകയാണ്. ആ വൈബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ലോ ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓസിലേഷൻ എന്ന് പറയും. എന്ത് പറയും? ഓസിലേഷൻ. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഊഞ്ഞാൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ ഇവിടെ പാർട്ടിക്കിൾസ് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് സത്യത്തിൽ വേവ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ വേവ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഓസിലേഷൻ എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഓസിലേഷൻ മനസ്സിലായി കാണുമല്ലോ. എന്ത് ചെയ്യാണ്? ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പീരിയോഡിക് മോഷനാണ്. പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, റെഗുലർ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. റെഗുലർ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മുടെ വീട്ടിൽ ടേബിൾ ഫാൻ ഉണ്ടല്ലോ, ഈ പറയുന്ന ടേബിൾ ഫാൻ, ആ ടേബിൾ ഫാനിൻ്റെ മുകളിലായിട്ടൊരു സ്വിച്ച് ഉണ്ട് അല്ലേ. നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈക്വൽ സമയം എടുത്താണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. അങ്ങനെ ഈക്വൽ ഇൻ്റർവെൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഷനാണ് നമ്മൾ പൊതുവിൽ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഓസിലേഷൻ ഒരു പീരിയോഡിക് മോഷൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? മൂവ്സ് ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് മലയാളത്തിൽ പറയുന്നതിൻ്റെ ഇംഗ്ലീഷാണ് ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്നത്. എവിടെ? അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം, അല്ലെ ഈക്വൽ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ആർക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ്, എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മൂവ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന്. നമ്മളൊരു ഊഞ്ഞാൽ സങ്കല്പിച്ച്, ഇതാണ് ഊഞ്ഞാലെന്ന് വിചാരിക്കുക. നമ്മൾ ആരും ഊഞ്ഞാലിൽ ഒന്നും തൊടാതിരിക്കുമ്പോൾ ആ ഊഞ്ഞാൽ എങ്ങനെയാണ് കിടക്കുന്നത്? നേരെ വെർട്ടിക്കലായിട്ട് താഴോട്ടാണ് കിടക്കുന്നത് അല്ലേ. നമ്മൾ അതിൽ കയറി ഇരുന്നിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഇത് അങ്ങോട്ടും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൈ വിടുമ്പോൾ ഇങ്ങോട്ടും വരുന്നത്. ആണോ അല്ലേ? അപ്പോൾ ഈ പറയുന്ന ഊഞ്ഞാൽ നമ്മൾ മറ്റു ഫോഴ്സ് ഒന്നും കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ O എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ? ഈ O എന്ന് പറയുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന് എക്രോസ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം എടുത്ത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സത്യത്തിൽ എന്തെന്ന് വിളിക്കുന്നത്? ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ടു മോഷനായി.
തിരിച്ച് അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലെത്തും. എന്നിട്ട് തിരിച്ച് ഈ പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഫാനിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഫാന് നമുക്ക് നേരെ നിൽക്കുകയായിരിക്കും. നമ്മൾ ഓസിലേഷൻ ഓൺ ചെയ്യുമ്പോൾ അത് ഇടത്തോട്ട് പോകും, നേരെ വരും. അപ്പോൾ ഒരു ഓസിലേഷൻ ആയോ? ഇല്ല, പകുതി ആയതേ ഉള്ളൂ. അടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിൽ പോവും, തിരിച്ചു വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആവുന്നത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഒരു ഡയറക്ഷനിൽ മാത്രം പോയിട്ട് വരുമ്പോൾ അത് പകുതി ഓസിലേഷനേ ആവുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പെൻഡുലത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എയിലെത്തുന്നു. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എയിലെത്തുന്നു. എന്നിട്ട് എങ്ങോട്ട് പോകുന്നു? ബിയിലെത്തുന്നു. എന്നിട്ട് തിരിച്ച് ഓയിലേക്ക് വരുമ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആവുന്നത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഈ ഒരു ചോദ്യം പറയുന്നുണ്ട്. ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരവാണ് നമ്മൾ പറഞ്ഞത്. എപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്? ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തി, അവിടെ നിന്ന് തിരിച്ച് ബിയിലെത്തി, അവിടെ നിന്ന് തിരിച്ച് ഓയിലെത്തുമ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആവുന്നത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ടൈം പീരീഡ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഓസിലേഷൻ എന്താണെന്ന് ഓക്കെ ആയല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഒരു ഇക്വിലിബ്രിയം പോയിന്റിനെ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ അതാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഓസിലേഷനെ പറ്റി പഠിക്കാൻ നമുക്ക് 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് അറിയണം. 2, അവിടുത്തെ ടൈം പീരീഡ് എത്രയാണെന്ന് അറിയണം. 3, അവിടുത്തെ ഫ്രീക്വൻസി എത്രയാണെന്ന് അറിയണം. ഇത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വേവ് മോഷനെ പറ്റി പഠിക്കുമ്പോൾ അവിടെയും ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്കത് ഓർമ്മയിരിക്കുകയുള്ളൂ. കാണാപ്പാഠം പഠിക്കാൻ നിൽക്കരുത്. ഓസിലേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്ക് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? ഒരു ഫാനാണ് വരേണ്ടത്. കാരണം ഓസിലേഷൻ എന്ന വാക്ക് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഫാനിലാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തോ മനസ്സിൽ വരണം? ഫാൻ വരണം. ആ ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്? അങ്ങോട്ട് പോകുന്നു, ടു മോഷൻ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു, ഫ്രോ മോഷൻ, കഴിഞ്ഞ് ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെ നമ്മൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കി. ഇവിടെ ഈ പിള്ളേർക്കിടയിലുള്ള അടിയും അത് തന്നെയാണ്, അല്ലേ? ഈ കുട്ടി ഈ പറയുന്ന ഓസിലേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു 5 അല്ല 10 എണ്ണം ആടി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? മാറി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു ഇല്ല, 10 ആയില്ല, 5 ആയുള്ളൂ. കാരണം ഇവൻ പകുതി ഓസിലേഷനാണ് കൂട്ടിയത്. ഇവന് വലിയ വിവരമില്ല. അവൻ എന്ത് ചെയ്തു? പകുതിയെ കൂട്ടിയുള്ളൂ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ആ ശരിയാണ്, നീ പകുതിയാണ് കൂട്ടിയത്, അതുകൊണ്ടാണ് എന്ത് പറ്റിയത്? പകുതി എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ആവും? 10 എണ്ണം ആവും, അല്ലേ? പക്ഷേ സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കംപ്ലീറ്റ് ആകുമ്പോഴേ ഒന്നാവുള്ളൂ. അങ്ങനെ നോക്കിയാൽ ആ കുട്ടി 5 ഓസിലേഷനേ ആയിട്ടുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സിമ്പിൾ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഞാൻ നേരെ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് പറയാൻ പോവുകയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ആദ്യം വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. ഒന്നുമില്ല ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റിന് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ആട്ടി വിടുന്നു. ആ ഒബ്ജക്റ്റ് മാക്സിമം എത്ര ദൂരം പോകുന്നു ആ ദൂരത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് എത്ര ദൂരം വിടുന്നു അത്രയും തന്നെ ദൂരമായിരിക്കും അതിന് എതിർ ദിശയിൽ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അതായത് ഇവിടെയുള്ള അതേ ദൂരം തന്നെയായിരിക്കും ഇവിടെയും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മാക്സിമം എത്ര ദൂരം പോയി എന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്, അല്ലെ, അളവ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്, അല്ലെ? എന്താണ്? അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മാക്സിമം ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ? ഈ പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മാക്സിമം എത്ര ദൂരമാണ് ഒബ്ജക്റ്റിന് എന്ത് സംഭവിച്ചത്? ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ? അപ്പോൾ അതെന്തായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ദൂരമായിരിക്കും, അല്ലേ? പറയുന്ന പൊസിഷൻ ഉണ്ടായ മാറ്റം അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. സ്മോൾ ലെറ്റർ എ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലേ? എ. അപ്പോൾ നമുക്ക് നോക്കാം SI യൂണിറ്റ് എന്തായിരിക്കും? ദൂരം അളക്കുന്ന യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര എന്നാണ്, അല്ലേ? നമ്മൾ ഈ പറയുന്ന ഊഞ്ഞാലാടുമ്പോൾ നമ്മൾ മാക്സിമം എത്ര ദൂരം പോകും? ആ മാക്സിമം ദൂരത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഡൗട്ടില്ലല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നുണ്ട്? എന്താണ് ഇവിടെ കിടക്കുന്നത്? എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം? ഓക്കെ, സോ ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്
ടു വൺ സൈഡ് അല്ലെ, ഒരു ദിശയിലോട്ടുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടുത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇതാണ് എന്താ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് സെറ്റ് ആയല്ലോ. ആംപ്ലിറ്റ്യൂഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്താണ്, ടൈം പീരീഡ് ആണ്. ഞാൻ പറഞ്ഞല്ലേ, ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി തിരിച്ച് ഈ പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണോ ആ സമയത്തിനെയാണ് നമ്മൾ പീരീഡ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ടൈം പീരീഡ് എന്ന് പറയുന്നത്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. വൺ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച്, മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് ഇക്വിലിബ്രിയത്തിലെത്താൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഏത് അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യും? ടി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യും. സമയമല്ലേ, അളക്കുന്ന യൂണിറ്റ് സംശയം ആർക്കെങ്കിലും ഉണ്ടോ? എന്താണ്? സെക്കൻഡാണ് ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കി, ഒരു പെൻഡുലം ഉണ്ട് അല്ലേ, ഒരു പെൻഡുലം 1 മിനിറ്റ് സമയം കൊണ്ട് 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സമയം എത്ര, അതായത് ഇവിടുത്തെ ടൈം പീരീഡ് എത്ര എന്നാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്, ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്രയാണ് നോക്കി നമുക്കറിയാം അല്ലേ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 30 ഓസിലേഷൻ എടുക്കാൻ വേണ്ടത് 60 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഓസിലേഷൻ വേണ്ടിയിട്ട് എത്ര സെക്കൻഡ് വേണമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 60/30 എന്ന് കിട്ടും. 60/30 2 സെക്കൻഡാണ് സമയം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പീരീഡ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ ടി എത്രയെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്, 2 സെക്കൻഡ് ആണ്. അപ്പോൾ നോക്കിയേ, 30 ഓസിലേഷന് വേണ്ടത് 60 സെക്കൻഡ്. ഒരു മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ്. കാരണം എന്താ, യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ മിനിറ്റിനെ എന്തിലോട്ട് മാറ്റണം, സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത് 60 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഓസിലേഷൻ ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 60 × 1 ഡിവൈഡഡ് ബൈ എന്താണ്, 30. അതായത് സിമ്പിളായിട്ട് 60/30 നമുക്ക് 2 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, ടൈം പീരീഡ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ടൈം പീരീഡ് കിട്ടിയല്ലോ. അപ്പോൾ ടൈം പീരീഡ് കിട്ടി, നമുക്ക് എന്ത് കിട്ടി, ആംപ്ലിറ്റ്യൂഡ് കിട്ടി. നെക്സ്റ്റ് വരുന്ന സംഭവമാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞല്ലോ. ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. മാക്സിമം ദൂരം എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. ഫ്രീക്വൻസി കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ആവുന്നു. എന്താണ് ഒരു സെക്കൻഡ്, അതായത് ഞാനൊരു സ്റ്റോപ്പ് വാച്ചും കൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് വാച്ചും കൊണ്ടിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് മൂവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതെന്ത് ചെയ്തു, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ പോയി തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് വന്നു, തിരിച്ച് അതിൻ്റെ പൊസിഷനിൽ വന്നു ഒരെണ്ണം. അങ്ങനെ ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഇതുപോലെ എത്ര എണ്ണമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അതായത് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വൻസി നമ്മൾ എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി ഫ്രീക്വൻസിയായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ പറയുന്ന ഇതൊരു പോയിൻ്റാണ്. ഇവിടുന്ന് ഞാനൊരു കയറിലൊരു കല്ലിനെ കെട്ടിയിട്ടു. തൊട്ടടുത്ത് ഞാൻ ഇതുപോലൊരു പോയിൻ്റ് എടുത്തു, കുറച്ച് നീളം കുറഞ്ഞൊരു കയറിന് ഇട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ ഇതിനെ ആട്ടി വിടുമ്പോഴത്തേക്കും ഇതിനെ ആട്ടി വിടുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇതിൽ ആരായിരിക്കും പെട്ടെന്ന് കിടന്ന് ആടുന്നത്? ലെങ്ത് ഉള്ള ആളാകുമ്പോൾ എന്ത് പറ്റും, അതിങ്ങനെ ഇങ്ങനെ 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 പോവുള്ളൂ അല്ലേ. ലെങ്ത് കുറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവരുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫാസ്റ്റ് ആവും അല്ലേ. വൈബ്രേഷൻ ഓസിലേഷൻ തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെ തന്നെയാണ് അല്ലേ. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ കിടക്കട പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ ആ മൂവ്മെൻറ്റിനെ വിശദീകരിക്കും എന്താണ്, പതുക്കെ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് പറയും. അതേപോലെ തന്നെ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കുറയും. ഈ ഒരു പോയിന്റ് ഇവിടെ ഓർത്ത് വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും, ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചേ, ഇവിടെ ലോജിക്ക് വെച്ച് ഓർത്ത് വെച്ചോളാം, വേറൊന്നുമില്ല. ഇവിടെ ടൈം പീരീഡ് ഞാൻ പറഞ്ഞു അല്ലേ. എന്താ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടുന്ന ടൈമാണ് എന്താ, ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ഓസിലേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഒബ്ജക്റ്റ്, പെൻഡുലം അല്ലെങ്കിൽ ഒരു ഊഞ്ഞാൽ എന്തോ എടുത്തോ, അതിൻ്റെ ടൈം പീരീഡ് കൂടുതലാണെന്ന് വെച്ചാൽ അർത്ഥം എന്താ, അത് വളരെ പതുക്കെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അങ്ങ് പോയി ഇങ്ങ് പോയി തിരിച്ചു വരാൻ ഒരുപാട് സമയമെടുക്കും.
അങ്ങ് പോയി ഇങ്ങ് പോയി തിരിച്ചു വരാൻ ഒരുപാട് സമയം എടുക്കും. ടൈം പീരീഡ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഞാൻ ടൈമർ ഓൺ ചെയ്ത് കാത്തിരിക്കുകയാണ് അല്ലേ, എനിക്ക് ഒരു സെക്കൻഡിനകത്ത് എത്ര എണ്ണം ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. ഞാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്തു, ഒരു സെക്കൻഡ് ടൈം സ്റ്റാർട്ട് ചെയ്തു, നോക്കിയപ്പോൾ എന്താണ്, ഇതിങ്ങനെ പതുക്കെ പതുക്കെ പോകുമ്പോൾ ഒരു സെക്കൻഡ് ആയപ്പോഴത്തേക്ക് ഒരു എണ്ണം പോലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ടൈം പീരീഡ് കൂടുതലെടുക്കും തോറും ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറയുകയല്ലേ ചെയ്യുന്നത് അല്ലേ? ആലോചിച്ച് നോക്കി, ഒരു പെൻഡുലം ഇങ്ങനെ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ടൈമർ ഓൺ ചെയ്ത് ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുക, ഒരു 3-4 എണ്ണമെങ്കിലും മൂവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഒരു എണ്ണം മൂവ് ചെയ്യാൻ എടുക്കുന്നതോ വളരെ ചെറിയ മൈന്യൂട്ട് സെക്കൻഡ് ആയിരിക്കും. അതവിടെ പറയുന്നത്. ഫ്രീക്വൻസിയും ഈ പറയുന്ന ടൈം പീരീഡും അല്ലെങ്കിൽ പീരീഡും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് പീരീഡിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഫ്രീക്വൻസി കൂടുതലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടൈം പീരീഡ് കുറവാണ്, അല്ലെങ്കിൽ ടൈം പീരീഡ് കൂടുന്നതനുസരിച്ച് ഫ്രീക്വൻസി എന്തായിരിക്കും, കുറവായിരിക്കും. സോ ഈ ഒരു റിലേഷൻ ഓർത്ത് വയ്ക്കണം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിയുടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫ്രീക്വൻസിയും ടൈം പീരീഡും പരസ്പരം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രീക്വൻസി കൂടുന്നു എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരുപാട് സൈക്കിൾസ് കംപ്ലീറ്റ് ആകുന്നു എന്നല്ലേ. പക്ഷേ ടൈം പീരീഡ് കൂടുന്നു എന്ന് വെച്ചാൽ എന്താണ്, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി തിരിച്ചു വരാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ്, ഒരു നെഗറ്റീവ് റിലേഷനാണ്. അതായത് ഈ പറയുന്ന ഒരാൾ കൂടുമ്പോൾ മറ്റവൻ കുറയും. ഈ പീരീഡ് എന്ന് പറയുന്നത് കൂടുമ്പോൾ, അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ് നല്ലത്, ഓർത്ത് വയ്ക്കാൻ പറ്റും. ടൈം പീരീഡ് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി എന്ത് ചെയ്യും, കുറയും. ഈ റിലേഷൻ ഓർത്ത് വെച്ച് ഉറപ്പാണ് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇവിടുന്ന് വേറെ അങ്ങനെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഫ്രീക്വൻസി എന്താണ് ഫ്രീക്വൻസി? ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. യൂണിറ്റ് ഹെഡ്സ് ലെറ്റർ എന്ന് പറയുന്നത് എഫ്. കണ്ടോ, ഇങ്ങനെ ഒരു ഉണ്ട സാധനത്തിനെ ഒരു നൂലിൽ കെട്ടിയിട്ടാൽ ഇതിനെ നമ്മൾ സിമ്പിൾ പെൻഡുലം എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? സിമ്പിൾ പെൻഡുലം. പരീക്ഷയ്ക്കുള്ള സിമ്പിൾ പെൻഡുലം എന്താണെന്ന് ചോദിച്ചാൽ ഡൗട്ട് വരരുത്. ഒന്നുമില്ല, ഒരു കയറിൽ നമ്മളൊരു കല്ലിനെ കെട്ടിയിട്ടു, അല്ലെങ്കിൽ ഒരു വെയിറ്റുള്ള ഒബ്ജക്റ്റിനെ ഒരു നൂലിൽ കെട്ടിയിട്ടാൽ ഇതെന്തായിട്ട് മാറും? ഇതൊരു സിമ്പിൾ പെൻഡുലമായിട്ട് മാറും. നിങ്ങൾ പണ്ടത്തെ ഇതുപോലത്തുള്ള ക്ലോക്കുകൾ കണ്ടിട്ടില്ലേ? ഈ ക്ലോക്കിൻ്റെ താഴെയും എന്തുണ്ട്, ഇതുപോലത്തെ ഒരു പെൻഡുലം ഉണ്ട്. ഈ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ടൈം ഓടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അതായത് ഇവിടുത്തെ ഒരു കണക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, നോക്കിയുടെ 2 സെക്കൻഡ് ഓക്കെ, എന്താണ് ഒരു ഓസിലേഷൻ. അതായത് ഈ പറയുന്ന പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 സെക്കൻഡ് സമയം വേണം. ഇതനുസരിച്ചാണ് ഈ പറയുന്ന ക്ലോക്കിനെ എന്ത് ചെയ്തേക്കുന്നത്, കാലിബ്രേറ്റ് ചെയ്തേക്കുന്നത്. ഏതാണ്ട് 1 മീറ്ററോളമാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ 99.35 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഈ നീളം മാറുന്നതിനനുസരിച്ച് ഇവരുടെ അളവും മാറിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, പെൻഡുലം ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പെൻഡുലം എന്ന് വെച്ചാൽ ഈ ആടുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെൻഡുലം എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് വേറൊന്നുമില്ല. പെൻഡുലത്തിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയുന്നു. അതുപോലെ തന്നെ എന്താണ്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. കാരണം ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയവും, ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര എണ്ണം ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ സമയം കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഇത് നമ്മൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. സോ എഫ് ഈസ് ഈക്വൽ ടു 1/t. എഫ് ഈസ് ഈക്വൽ ടു 1/t പഠിച്ചു വെച്ചു, ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുന്ന് ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാകും. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇത്രയും അറിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓസിലേഷൻ എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളടുത്ത് എന്തിലോട്ട് പോകാൻ പോവുകയാണ്, നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് പോകാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നോക്കിയേ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വിട്ടാൽ, അപ്പോൾ ഫ്രീക്വൻസി പറയുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ്ഡ് ഫ്രീക്വൻസി അതിൻ്റെ കൂടെ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വിടുമ്പോൾ അത് ഏത് ഫ്രീക്വൻസിയിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതിനാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, നമ്മളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എടുക്കുകയാണ് അല്ലേ? ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മളിങ്ങനെ തട്ടുമ്പോഴത്തേക്കും അത് നമ്മൾ എങ്ങനെ തട്ടിയാലും ഒരു പ്രത്യേക സൗണ്ട് ആയിരിക്കും അത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ടേബിൾ ഞാൻ തട്ടുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ആയിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം ഈ ടേബിൾ ഞാൻ തട്ടുമ്പോൾ അതിലൊരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ. അതായത് ആ പറയുന്ന വസ്തുവിൻ്റെ സ്വന്തം ഫ്രീക്വൻസിയാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ഫ്രീ, അതായത് ഞാൻ ഇന്ന് പ്രത്യേകിച്ചൊന്നും റെസ്ട്രിക്ഷൻ ഒന്നും പിടിച്ചൊന്നും വെച്ചിട്ടില്ല. അത് നാച്ചുറലി നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ വിടുകയാണ്, വൈബ്രേറ്റ് ചെയ്യാൻ വിടുമ്പോൾ അത് ഏത് ഫ്രീക്വൻസിയിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ആ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്. നമ്മൾ മെയിനായിട്ട് ആ പെൻഡുലം വെച്ചിട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് ഡിപ്പെൻഡ് ചെയ്യും, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അത് എത്രത്തോളം ഇലാസ്റ്റിക് ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഈ പറയുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി തട്ടുമ്പോൾ കേൾക്കുന്ന സൗണ്ട് അല്ല, നല്ല സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇലാസ്റ്റിക് മെമ്പറൈൻ, അത് ചെണ്ടയോ മദ്ദളമോ അതുപോലത്തെ ഒന്ന് തട്ടുമ്പോൾ അത് വേറൊരു രസമുള്ള സൗണ്ട് ആയിരിക്കും അല്ലേ? അപ്പോൾ ആ തട്ടുമ്പോൾ ഉണ്ടാകുന്നതാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഇടി തട്ടുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഒരു ഗ്ലാസ്സിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്നതാണ് ഗ്ലാസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ അത് ആ നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെയും അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയെയും അതിൻ്റെ സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യും.
ഇതാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നാച്ചുറൽ ഫ്രീക്വൻസി? നാച്ചുറലി ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് എത്ര ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. വേറെ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ഫ്രീലി അല്ലെ, ഫ്രീ ആയി അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, എന്ന് വെച്ചാൽ ചുമ്മാ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യാൻ നല്ല, നമ്മളൊന്ന് തട്ടി കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ അത് സ്വന്തമായി എത്ര ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യും, അതിനെയാണ് നമ്മൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, അത് ഏത് മെറ്റീരിയൽ ആണെന്നുള്ള നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നോക്കിയത് ഇതുവരെയുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഓക്കെ, ഈ പറയുന്ന ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇലാസ്റ്റിസിറ്റി ഡിപ്പെൻഡ് ചെയ്യും, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിനാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതിനകത്ത് വേറെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അധികം നമുക്കില്ല. ഒരു എല്ലാ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇവിടെ നോക്കി ഈ കേസ് കണ്ടോ, ഇവിടെ ഈ പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ഉത്തരം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോഴത്തേക്ക് ഇവിടെ മാറി വരുന്നു, രണ്ടാമത്തെ പോയിന്റാണ് ഉത്തരമായിട്ട് വരുന്നത്, അത്രയേ ഉള്ളൂ. വേറെ ബാക്കി ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോയിന്റുകളും നമ്മളിവിടെ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. ശരി, അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസിനെയും പറ്റി നോക്കാം. എന്തുവാണ് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസ്? ഇത് വേറെ ഒന്നുമില്ല, സിമ്പിൾ ടോപ്പിക് തന്നെയാണ്. നോക്കി, എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് induced by an external vibrating object. ശ്രദ്ധിച്ചോളേ, the force vibration is the vibration of an object induced by an external vibrating object. അപ്പോൾ ഇത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇതൊരു തൂക്കുപാലം എന്ന് വിചാരിക്കുക. ഈ തൂക്കുപാലത്തിൽ കൂടെ ആൾക്കാർ നടന്നു പോകുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ആടും. ആ ചെറുതായിട്ട് ആടുന്നത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. ഓക്കെ, എന്നാൽ ഒരു ഗ്രൂപ്പ് ഒരാൾ നടന്നു പോകുന്ന കേസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പട്ടാളക്കാർ ഇതൊരു മാർച്ച് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം, ഈ പട്ടാളക്കാർ മാർച്ച് ചെയ്യുമ്പോൾ അവരിങ്ങനെ ശക്തമായിട്ട് ചവിട്ടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചവിട്ടി പോകുമ്പോൾ ഇവർ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ അല്ലേ വരുന്നത്, അല്ലെ ഇവർ ഒരേ താളത്തിൽ ഇങ്ങനെ ചവിട്ടി പോകും. അപ്പോൾ ഇവരുണ്ടാക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഇവർ കൊടുക്കുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. അങ്ങനെ ഇവർ ഈ പറയുന്ന ഭാരത്തിലോട്ട് കൊടുക്കുന്ന വൈബ്രേഷനാണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഞാൻ വേറെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് ഈ പട്ടാളക്കാരുടെ ഉദാഹരണം പറഞ്ഞു തന്നു? നോക്കിയോ, പണ്ടൊരിക്കൽ ഇങ്ങനെ സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. ഈ തൂക്കുപാലത്തിൽ കൂടി നോർമൽ ആൾക്കാർ പോകുമ്പോഴത്തേക്കും ചെറിയ നമ്മൾ സാധാരണ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഈ പറയുന്ന പാലം വൈബ്രേറ്റ് ചെയ്യുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരിക്കൽ കുറച്ച് പട്ടാളക്കാർ ഇതൊരു മാർച്ച് ചെയ്ത് പോയി. പട്ടാളക്കാർ മാർച്ച് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണ്? അതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷനാണ്. അതായത് അവരൊരു ഈക്വൽ താളത്തിൽ ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒബ്ജക്റ്റ് ചവിട്ടുന്നത്. അപ്പോൾ അവരൊരു വൈബ്രേഷൻ, ഒരു പ്രത്യേക ഫ്രീക്വൻസി ഇതിലോട്ട് എന്ത് കൊടുക്കുകയാണ്? ഇൻഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ കൊടുക്കുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ ഫോഴ്സ്ഡ്, അല്ല കൊടുക്കുന്ന വൈബ്രേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നിങ്ങൾ തൂക്കുപാലത്തിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ ചവിട്ടുമ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടും. പക്ഷേ ഈ പട്ടാളക്കാർ ഇതൊരു മാർച്ച് ചെയ്ത് പോയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടാളക്കാർ ഒരു പ്രത്യേക അവരുടെ മറ്റേ പരേഡൊക്കെ ചെയ്യുന്ന താളത്തിൽ ചവിട്ടിപ്പോയപ്പോൾ ഇവർ കൊടുത്ത വൈബ്രേഷൻ അതൊരു പ്രത്യേക ലെവലിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ നാച്ചുറലായി ഉണ്ടാകുന്ന വൈബ്രേഷൻ, ഇത് രണ്ടും കൂടെ ഏതാണ്ട് ഒരുപോലെയായി. എന്ന് വെച്ചാൽ ഈ പറയുന്ന പാലം നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്തു. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറലായി അത് വൈബ്രേറ്റ് ചെയ്യുന്നൊരു ഫ്രീക്വൻസിയും അതിലേക്ക് മറ്റൊരു വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് കൊടുക്കുന്ന ഫ്രീക്വൻസി, അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അത് രണ്ടും ഇവിടെ ഈക്വലായി വന്നപ്പോൾ എന്ത് പറ്റി? ഇത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുകയും ഈ പാലം പൊട്ടി ഈ പട്ടാളക്കാർ തറയിൽ വീഴുകയും ചെയ്തു. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അതുപോലെ അതിനകത്തുള്ള നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണം ഉണ്ടാകുന്ന ഈ പറയുന്ന ഫ്രീക്വൻസിയും ഈക്വലായി വരുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ റെസോണൻസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? റെസോണൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് റെസോണൻസിലാവുമ്പോൾ എന്ത് പറ്റും? അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. റെസൊണൻസ് കോളം എന്ന് പറയുന്ന ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്കിത് കാണിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന സാധനം കണ്ടു, ഇതിൻ്റെ പേര് ട്യൂണിംഗ് ഫോർക്ക് എന്നാണ്. എന്തുവാണ്? ട്യൂണിംഗ് ഫോർക്ക്. ഈ ട്യൂണിംഗ് ഫോർക്കും നമ്മൾ ഈ പറയുന്ന ഒരു PVC പൈപ്പും അത് വെള്ളത്തിൽ മുക്കി വെച്ചേക്കുകയാണ്. അതായത് ഈ PVC പൈപ്പിനകത്ത് ഇപ്പോൾ എന്താ ഉള്ളത്? ഈ PVC പൈപ്പിനകത്ത് ഇപ്പോൾ ഉള്ളത് എയറാണ്. എന്താ ഉള്ളത്? എയറാണ്. അപ്പോൾ എയറിന് നാച്ചുറലി ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ, അല്ലേ? ഉണ്ടാവും. നമ്മൾ ഈ പറയുന്ന ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിലേക്ക് ഈ പറയുന്ന ഫോഴ്സ്ഡ് വൈബ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. അത് ഓരോ ട്യൂണിംഗ് ഫോർക്കും ഒരു പ്രത്യേക ഫ്രീക്വൻസിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സയൻറ്റിഫിക്കലി ഉണ്ടാക്കി വെച്ചേക്കുന്നത് സാധനം. അതിൽ നമ്മളൊരു ഹാമറിട്ട് തട്ടുമ്പോൾ അതൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഈ പറയുന്ന എയർ കോളത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ലെങ്ത് എത്തുമ്പോൾ, അതായത് ഈ ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു പ്രത്യേക ലെങ്ത് എത്തുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എയർ കോളവും ഈ പറയുന്ന നമ്മുടെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേറ്റിംഗ് ഫ്രീക്വൻസിയും ഈക്വൽ ആവുകയും എന്ത് പറ്റുകയും ചെയ്യും?
ഇവിടെ നിന്ന് മാക്സിമം സൗണ്ട് ഉണ്ടാവുകയും ചെയ്യും. ആ അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസോണൻസ് എന്ന് വിളിക്കുന്നത്. ദാ ഇവിടെ കണ്ടോ, സ്റ്റെതസ്കോപ്പിനകത്ത് എന്താ പറ്റുന്നത്? നമ്മുടെ ഹാർട്ടിൽ നിന്നുള്ള ഈ പറയുന്ന വൈബ്രേറ്റിംഗ് സൗണ്ടും ഈ പറയുന്ന സ്റ്റെതസ്കോപ്പിനകത്തുള്ള സൗണ്ട്, എയറിൻ്റെ വൈബ്രേഷനും ഈക്വലായിട്ട് വരുമ്പോൾ നമുക്ക് മാക്സിമം ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ഹൃദയമിടിപ്പ് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ചെവി കേൾക്കാൻ പറ്റും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് സ്വന്തമായൊരു ഫ്രീക്വൻസി ഉണ്ട്, നാച്ചുറൽ ഫ്രീക്വൻസി. ഹൃദയം ഇടിക്കുമ്പോൾ എന്ത് പറ്റും? ഇപ്പോൾ എയർ ആണ് ഇതിനകത്തുള്ളത് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ എയർ നാച്ചുറലി വൈബ്രേറ്റ് ചെയ്യുന്നൊരു ഫ്രീക്വൻസി ഉണ്ട്, ഹൃദയം ഇടിക്കുന്നൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇത് രണ്ടും ഏതാണ്ട് ഈക്വലായി വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ഇതിവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ പറയുന്ന ഹൃദയവും ഈ പറയുന്ന എയറും ഒരേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. അതായത് ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ റെസോണൻസ് സംഭവിക്കും. അങ്ങനെ റെസോണൻസ് സംഭവിക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും അല്ലേ? അപ്പോൾ അതായത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗണ്ട് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആകുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നതോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? മാക്സിമം സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നതും ഈ ഒരു രീതിയിലാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? റെസോണൻസ് എന്ന് പറയുന്നത്. നമ്മുടെ MRI അല്ലേ, MRI സ്കാനിങ്, റേഡിയോ ട്യൂണിങ്, അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനകത്തൊക്കെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസോണൻസും എന്ന് പറയുന്നതാണ് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, MRI ഫുൾ ഫോമിൽ തന്നെ റെസൊണൻസ് കിടപ്പുണ്ട് അല്ലേ? അതിൻ്റെ ടെക്നിക്കൽ ടൈം എന്താണ് പറയുന്ന ഡീറ്റെയിൽസോട്ട് നമ്മളിപ്പോൾ 10ാം ക്ലാസ് ലെവലിൽ പോകേണ്ട ആവശ്യമില്ല. റേഡിയോ ട്യൂണിങ് നമ്മൾ നോക്കിയാൽ മതി. റേഡിയോ ഓരോ സ്റ്റേഷനും അല്ലേ, ഓരോ സ്റ്റേഷനും ഓരോ ഫ്രീക്വൻസിയാണ് അല്ലേ, 94.3, 94.2. നമ്മൾ ആ ഫ്രീക്വൻസി നമ്മുടെ റേഡിയോ സെറ്റ് ചെയ്യുമ്പോഴാണ് എയറിൽ കൂടെ എന്ത് പോകുന്നുണ്ട്? റേഡിയോ വേവ്സ് പോകുന്നുണ്ട്. സോ ആ പോകുന്ന റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസിയും നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യുന്ന ഫ്രീക്വൻസിയും ഒന്നാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പാട്ട് കേൾക്കാൻ പറ്റും. അതാണ് റേഡിയോ ട്യൂണിങ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റും. അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെ, ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ട്യൂൺ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? അതിൻ്റെ മുകളിലത്തെ ഈ പറയുന്ന സാധനമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അത് തിരുക്കിയിട്ട് ഒരു പ്രത്യേക നമ്മൾ തട്ടുമ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ചെണ്ടയാണെങ്കിലും മൃദംഗമാണെങ്കിലും അല്ല കയറൊക്കെ വലിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ട്യൂൺ ചെയ്യുന്ന പ്രോസസ്സ് ഈ പറയുന്ന റെസൊണൻസിലൂടെ മാക്സിമം സൗണ്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയാണ് ഈ പറയുന്ന ചാപ്റ്ററിൽ ആദ്യം പറയുന്നത്. അതായത് ഓസിലേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി വരുന്ന വേവ് മോഷനാണ്. അത് കുറച്ചുകൂടി രസമുള്ള ഒരു കാര്യമാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അതിന് മുമ്പ് 2-3 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരം കൂടെ നോക്കണം. ഓക്കെ, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി 1 ഹെർട്സ് ആണെങ്കിൽ അതിൻ്റെ പീരീഡ് എത്ര? ഓക്കെ, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്രയാണ്? 1 ഹെർട്സ്. നമുക്കറിയാം ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ളത് പീരീഡാണ്. പീരീഡും ഫ്രീക്വൻസിയും നമ്മുടെ റിലേഷൻ എന്ന F = 1/T ആണ്. അപ്പോൾ ഇവിടെ F = 1/T എത്രയാണ് തന്നിട്ടുള്ളത്? T ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ T = എന്തെന്ന് വരും? 1/F എന്ന് വരും അല്ലേ? ഇവ അങ്ങോട്ട് പോകും, അവ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് T എത്രയെന്ന് കിട്ടും? T = 1/1, 1/1, 1. സോ ഉത്തരം എത്രയാണ്? 1 സെക്കൻഡ്. അപ്പോൾ 1 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിന് ടൈം പീരീഡ് എത്രയായിരിക്കും? അത് 1 സെക്കൻഡ് ആയിരിക്കും. അടുത്ത ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. ഇഫ് എ പെൻഡുലം ടേക്സ് 0.5 seconds ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. അപ്പോൾ 0.5 സെക്കൻഡ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 0.5 സെക്കൻഡ് എന്ന് വെച്ചാൽ അവിടെ എന്താ തന്നിട്ടുള്ളത്? ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡാണ് തന്നിട്ടുള്ളത്. എത്രയാണ്? അത് 0.5 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എത്രയെന്നാണ് ചോദ്യം. നമുക്കറിയാം ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? F = 1/T, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/0.5. 1/0.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എങ്ങനെ എഴുതാം? 1/5/10 എന്നെടുക്കാം. ഞാനിപ്പോൾ ഡെസിമൽ ചെയ്യാൻ ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് ഫ്രീക്വൻസി എത്ര കിട്ടും? 1/5/10 10 മുകളിൽ പോകും. നമുക്ക് എത്ര കിട്ടും? 10/5 എന്ന് കിട്ടും. 10/5 എത്രയാണ്? 2 ആണ്. 2 ഹെർട്സ് ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എത്രയാണ്? 2 ഹെർട്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. നെക്സ്റ്റ് ചോദ്യം, എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 512 ഹെർട്സ് ഈസ് excited and the stem is pressed on a table. Does the table vibrate in this situation? വാട്ട് ഈസ് ദ ഫിനോമിന നോണസ്? അതായത് ഞാൻ 512 ഹെർട്സ് ഫ്രീക്വൻസിയുടെ ട്യൂണിംഗ് ഫോർക്കിനെ തട്ടിയിട്ട് ഞാൻ ഇരിക്കുന്ന ടേബിളിൽ എൻ്റെ സ്റ്റെം എന്ന് വെച്ചാൽ എൻ്റെ കാല് എടുത്ത് പ്രസ് ചെയ്താൽ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുമെന്നാണ്. ഉറപ്പാണ് ടേബിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. കാരണം ടേബിൾ എന്ന് വെച്ചാൽ നിരന്നിരിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതാണ്ട് 512 ഹെർട്സിനോടൊപ്പം അടുപ്പിച്ചൊക്കെ വരും. സോ ട്യൂണിംഗ് ഫോർക്ക് പ്രസ് ചെയ്യുമ്പോൾ സൗണ്ട് എന്ത് ചെയ്യും? അത് പ്രസ് ചെയ്യും, അത് വൈബ്രേറ്റ് ചെയ്യും. നല്ല സൗണ്ട് വൈബ്രേറ്റ് ചെയ്യും. കാരണം ഈ പറയുന്ന ഫ്രീക്വൻസി, ടേബിളിൻ്റെ ഫ്രീക്വൻസി ഏതാണ്ട് 512 അടുത്താണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയും ടേബിളിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഏതാണ്ട് ഈക്വലായി വരുന്നത്. കാരണം ഇത് എന്ത് ചെയ്യും? മാക്സിമം സൗണ്ടിൽ വൈബ്രേറ്റ് ചെയ്യും. ആ ഫിനോമിന വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ, ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ വേവ് മോഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.